നമസ്കാരം. കൗതുക വാർത്തകളും വിനോദവും വിജ്ഞാനവുമെല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോടെയിൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏഷ്യയിലെ വൻ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മുന്നേറുകയാണ്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഈ വളർച്ച അയൽ രാജ്യങ്ങൾക്ക് ഭീഷണി എന്ന് പറഞ്ഞുള്ള പാക് ചൈന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റ് വിവരവിനിമയ മാധ്യമങ്ങളിലും സജീവമായിരുന്നു. എന്നാൽ സംഭവം സത്യമാണ്. ഫ്രാൻസിൽ നിന്നെത്തുന്ന അത്യാധുനിക റഫാൽ യുദ്ധവിമാനങ്ങൾ ജൂലൈ അവസാനത്തോടെ തന്നെ ചൈനീസ് അതിർത്തിയിൽ വിന്യസിക്കും. ഇതോടെ ഏഷ്യയിലെ ഏറ്റവും മികച്ച അത്യാധുനിക പോർ വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. കൂടുതൽ വാർത്തകളിലേക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മുന്നേറുകയാണ്. പാകിസ്ഥാൻ നേരിടുന്നത് പോലെ തന്നെ ചൈനയ്ക്കും ഇന്ത്യയിൽ നിന്ന് ഭീഷണിയുണ്ട്. ഇന്ത്യ വാങ്ങുന്ന ആയുധങ്ങളും പോർ വിമാനങ്ങളും വൻ ഭീഷണി തന്നെയാണെന്ന് ചൈനീസ് മാധ്യമങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏഷ്യയിലെ ഏറ്റവും മികച്ച അത്യാധുനിക പോർ വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. മിസൈലുകളും ആണവ പോർമുനകളും വഹിക്കാനാവും വിധം രൂപകൽപ്പന ചെയ്ത റഫാൽ യുദ്ധവിമാനങ്ങളാണിവ. ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന ഈ പോർ വിമാനം ടെക്നോളജിയുടെ കാര്യത്തിൽ ഏറ്റവും മികച്ചതാണ്. ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ സാങ്കേതിക സംവിധാനങ്ങളും ആയുധങ്ങളും ഘടിപ്പിച്ചതോടെ ലോകത്തെ ഏറ്റവും മികച്ച റഫാൽ പോർ വിമാനം ഇന്ത്യയുടേതാകും. ഫ്രഞ്ച് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെയാണ് റഫാലിന്റെ ഇന്ത്യൻ പതിപ്പ് നിർമ്മിച്ചത്. ആസ്ട്ര, സുദർശൻ ബോംബുകൾ, AESA റഡാർ, പൈത്തൺ 5, ഇസ്രായേലിന്റെ ഡെർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളോടെയാണ് ഇന്ത്യയുടെ റഫാൽ എത്തുന്നത്. എവിടെയും ഏതിനും ഉപയോഗിക്കാവുന്ന MiG-21, MiG-29 എയർ സുപ്യോറിറ്റി ഫൈറ്റർ, ശത്രു റഡാറുകളെ വെട്ടിച്ച് വളരെ ദൂരം താഴ്ന്നു പറന്ന് ബോംബിടാൻ ശേഷിയുള്ള ജാഗ്വാർ, ഇന്ത്യയിൽ നിന്ന് പറന്നു പൊങ്ങിയാൽ ഏതു ഭാഗത്തുമെത്തി ബോംബിടാൻ കഴിവുള്ള അത്യാധുനികമായ സുഖോയ് 30, AKI എന്നിവയെല്ലാം കൈവശമുള്ളപ്പോൾ എന്തിന് ഇത്രയും വില നൽകി റഫാൽ വാങ്ങിയതെന്ന സംശയം നമ്മളിൽ ഏറെക്കുറെ പേർക്കുമുണ്ടാവും. കാരണം തേജസ് എന്ന പേരിൽ ഒരു അത്യാധുനിക പോർ വിമാനം ഇന്ത്യ തന്നെ വികസിപ്പിച്ചതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പ്രസക്തി നേടിയിരുന്നു. പക്ഷേ ഓരോ വിമാനത്തിനും ഓരോ തരം റോളുകളാണുള്ളത്. ശത്രു രാജ്യത്തേക്ക് കുതിച്ചു കയറി ബോംബിടുന്നവയെ പണ്ട് ബോംബർ എന്നും ഇന്ന് സ്ട്രൈക്കർ വിമാനങ്ങളെന്നും വിളിക്കുന്നു. ശത്രു വിമാനങ്ങളുമായി ആകാശയുദ്ധത്തിൽ ഇടപെടുന്നവയെയാണ് ഫൈറ്റർ വിമാനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവയ്ക്കിടയിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. ശത്രുഭൂമിയുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പറന്നെത്തി ശത്രുവിൻ്റെ സൈനിക നീക്കങ്ങളെ തകർക്കാനായി റോഡ്, റെയിൽ പാതകൾ, പാലങ്ങൾ, ശത്രുവിൻ്റെ കമാൻഡ് സെന്ററുകൾ തുടങ്ങിയവ തകർക്കുന്നവയാണ് ഡീപ്പ് പെനിട്രേഷൻ സ്ട്രൈക്ക് വിമാനങ്ങൾ. ജാഗ്വാർ ഈ വിഭാഗത്തിൽപ്പെട്ടവയാണ്. പറക്കൽ ശേഷിയും പ്രഹരശേഷിയും കൂടുതലാണെങ്കിലും ഇവയ്ക്ക് ഒരു പോരായ്മയുണ്ട്. ശത്രു വിമാനങ്ങളിൽ നിന്നും സ്വയം സംരക്ഷിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. അതിനാൽ ഇവയ്ക്കെപ്പോഴും കാവൽ ഭടന്മാർ എന്ന പോലെ മുൻപിൽ പോകാൻ ഫൈറ്റർ വിമാനങ്ങൾ വേണം. ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ 220 സുഖോയ് 30 വിമാനങ്ങളുണ്ട്. ഇതിൽ 27 സൂപ്പർ സുഖോയ് വിമാനങ്ങളാണ്. ശത്രുവിന്റെ പിൻനിര നീക്കങ്ങളെ തകർക്കാൻ ശേഷിയുള്ള 140 വരെ ജാഗ്വാർ വിമാനങ്ങളും ആക്രമിച്ചു വരുന്ന ടാങ്ക് വ്യൂഹങ്ങളെയും പീരങ്കിപ്പടയെയും ആകാശത്തു നിന്ന് ആക്രമിക്കാൻ MiG-27 എന്ന ഗ്രൗണ്ട് അറ്റാക്ക് വിമാനങ്ങളും ശത്രുവിമാനങ്ങളുമായി ആകാശയുദ്ധത്തിൽ ഏർപ്പെടാൻ മാത്രമായി ചില വിമാനങ്ങളുമുണ്ട്. ഇവയിൽ MiG-29 ആണ് മുൻപൻ.
വിമാനം ഒട്ടേറെ മികച്ചതാണെങ്കിലും എണ്ണം വെറും 65 മാത്രം. 100 കണക്കിന് MiG-21 വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇവയ്ക്കൊക്കെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, 1970കളിലെ സാങ്കേതിക വിദ്യയാണിവയിൽ. 2, എന്തെങ്കിലും ചെറിയ തകരാറുണ്ടായാൽ മാറ്റി സ്ഥാപിക്കാൻ സ്പെയർ പാർട്സ് പോലും ലഭ്യമല്ല. ഇക്കാരണത്താൽ വ്യോമസേന ഈ വിമാനങ്ങളെ കൈയൊഴിഞ്ഞു. യഥാർത്ഥത്തിൽ പ്രതിരോധ മേഖലയിലെ യുദ്ധവിമാനങ്ങളുടെ കുറവുകൾ നികത്തുന്നതിനു വേണ്ടിയാണ് കോടികളോളം പണം ചിലവിട്ട് റഫാൽ വാങ്ങിയത്. അതും ലോകത്തിലെ മികച്ച റഫാൽ. സ്വിറ്റ്സർലൻഡിലെ മനോഹരമായ റെയിൽവേ പാതയാണ് സ്റ്റൂസ്ബാൻ. ഷ്വീസ് മുതൽ സ്റ്റൂസ് വരെയുള്ള ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള രസകരമായ ഒരു റെയിൽവേ പാതയാണിത്. മഞ്ഞ് മൂടിയ മലനിരകൾക്കിടയിലൂടെ കാഴ്ചയിൽ വ്യത്യസ്തനായി മുൻപോട്ട് നീങ്ങുന്ന സ്റ്റൂസ്ബാൻ സമ്മാനിക്കുന്ന കാഴ്ചകൾ ആരെയും വിസ്മയിപ്പിക്കുന്ന ദൃശ്യവിരുന്നാണ്. ജനസംഖ്യയിൽ 100 പേർ മാത്രമുള്ള ഈ ആൽപൈൻ എന്ന കൊച്ചു ഗ്രാമത്തിന്റെ ഒരു പ്രധാന ഗതാഗത മാർഗം സ്റ്റൂസ്ബാൻ എന്ന ട്രെയിൻ തന്നെയാണ്. കാഴ്ചകളിലേക്ക് സ്വിറ്റ്സർലൻഡിലെ കാൻഡൻ ഷെവിസിലാണ് ആൽപൈൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു കാർ രഹിത ഗ്രാമമാണ്. ഗ്രാമവാസികളുടെ എണ്ണമെടുത്താൽ അത് 100-ന് മുകളിൽ ഉണ്ടാവില്ല എന്നതാണ് മറ്റൊരു കൗതുകകരമായ വസ്തുത. എന്നാൽ ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാനും മടങ്ങാനുമായി ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തയ്യാറാക്കിയിരിക്കുന്നത് കുത്തനെയുള്ള രസകരമായ ട്രെയിൻ യാത്രയാണ്. കുത്തനെയുള്ള ക്ലാസിക് ഫ്യൂണിക്കുലർ റെയിൽവേയാണ് സ്റ്റൂസ്ബാൻ. ഭീകരമായ ഹാംസ്റ്റർ ചക്രങ്ങളുടെ ഒരു സ്ട്രിംഗ് പോലെ കാണപ്പെടുന്ന ഇത് ലോകത്തിലെ റെയിൽവേ സംവിധാനത്തിന്റെ വിപ്ലവകരമായ രൂപകൽപ്പനയാണ്. ആകെ 4 ക്യാബിനുകളാണ് ഇതിനുള്ളത്. അതിൽ ഒന്നിൽ 34 പേരെ ഉൾപ്പെടുത്തി സെക്കൻഡിൽ 40 മീറ്റർ വേഗതയിൽ ചലിക്കാൻ കഴിയും. ഓരോ ക്യാബിനുകളും കറങ്ങുന്ന ഡ്രാമുകളോട് സാമ്യമുള്ളതാണ്. ഈ ഫ്യൂണിക്കുലാർ ട്രെയിൻ നിർമ്മാണം സാധ്യമാക്കിയിരിക്കുന്നത് എലിവേറ്ററിന്റെ സാങ്കേതിക വിദ്യയും റെയിൽവേ ഉദ്യോഗസ്ഥരുടെ സമകാലിക വൈഭവവും ഉപയോഗിച്ചായിരുന്നു. 1933 മുതൽ പ്രവർത്തിച്ചിരുന്ന പഴയ ഫ്യൂണിക്കുലറിനെ മാറ്റി സ്ഥാപിച്ചാണ് ചക്രങ്ങൾ കൂട്ടിച്ചേർത്തതുപോലുള്ള പുതിയ ഫ്യൂണിക്കുലർ സാധ്യമാക്കുന്നത്. 14 വർഷത്തെ ആസൂത്രണത്തിനും നിർമ്മാണത്തിനും ശേഷമാണ് ഈ മനോഹരമായ ട്രെയിൻ 2016-ൽ പ്രാബല്യത്തിലെത്തുന്നത്. ഞായറാഴ്ച മാത്രമാണ് പൊതുജനങ്ങൾക്ക് ഗ്രാമത്തിലേക്കുള്ള ട്രെയിൻ യാത്ര സജീവമാകുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും തന്നെ ഗ്രാമവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണിത്. സ്റ്റൂസ്ബന്റെ ബാരൽ രൂപകൽപ്പനയിൽ ഒരു ഓട്ടോമാറ്റിക് ലെവലിംഗ് സംവിധാനമുണ്ട്. അത് സിലിണ്ടറുകൾ തിരിക്കാൻ അനുവദിക്കുകയും യാത്രക്കാർ ഉയർന്ന നിലയിൽ എത്തുമ്പോൾ പോലും നേരെയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. സ്കൈപ്സിൽ നിന്നും സ്വിറ്റ്സർലൻഡിലെ പർവ്വത ഗ്രാമമായ സ്റ്റൂസിലേക്ക് ഓടുന്ന ഈ ട്രെയിൻ സമുദ്രനിരപ്പിൽ നിന്ന് 1300 മീറ്റർ ഉയരത്തിൽ 110% ചെരിവിൽ സഞ്ചരിക്കും. 136 യാത്രക്കാർക്ക് മാത്രമേ ഇതിൽ സുഗമമായി സഞ്ചരിക്കാനാവൂ. സ്റ്റൂസ്ബാൻ ഇപ്പോഴും സ്വിറ്റ്സർലൻഡിലെ റെയിൽവേ കമ്പനിക്ക് അഭിമാനമാണ്. നോർമാൻഡി, ബ്രിട്ടാനി എന്നീ പ്രദേശങ്ങൾ ഫ്രാൻസിൽ സംഗമിക്കുന്ന തീരത്ത് 264 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് മൗണ്ട് സെന്റ് മൈക്കിൾ അബേ.
വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ സെന്റ് മൈക്കിൾസ് അബേ കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് അവിസ്മരണീയമായ അനുഭവങ്ങളാണ്. കാണാം നിരവധി ചരിത്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സെന്റ് മൈക്കിൾസ് അബേ. പൈതൃക പട്ടികയിൽ പ്രധാന സ്ഥാനം നേടിയ മൗണ്ട് സെന്റ് മൈക്കിൾ അബേയുടെ മുകളിൽ ഗ്രാമത്തിന്റെ കൂട്ടമായ കെട്ടിടങ്ങളും അതിന്റെ അടിവശത്ത് മധ്യകാല മതിലുകളും ഗോപുരങ്ങളും സ്ഥിതി ചെയ്യുന്നത് വർണ്ണാഭമായ ഒരു കാഴ്ചയാണ്. ഫ്രാൻസിലെ ഏറ്റവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മൗണ്ട് സെന്റ് മൈക്കിളിനെ 1979 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലായി നിയമിച്ചു. മൗണ്ട് സെന്റ് മൈക്കിൾ ഏകദേശം ഒരു വൃത്താകൃതിയിലാണ്. ഏറ്റവും ഉയർന്ന വേലിയേറ്റ സമയത്ത് അബേ പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മൗണ്ട് സെന്റ് മൈക്കിളിൽ ഉയരുന്ന വേലിയേറ്റ സമയത്ത് കടലിന് 45 അടി വരെ ഉയരാൻ സാധിക്കും. എന്നാൽ കുറഞ്ഞ വേലിയേറ്റ സമയത്ത് പരന്ന ചതുപ്പുകൾ പ്രദേശത്ത് രൂപപ്പെടുന്നു. സമ്പന്നമായ മൗണ്ട് സെന്റ് മൈക്കിളിന്റെ പിന്നിൽ ഒരു ചരിത്രം കൂടിയുണ്ട്. പ്രധാന ദൂതൻ മൈക്കിൾ അവാഞ്ചസ് ബിഷപ്പ് ആൽബർട്ടിന് സ്വപ്നങ്ങളുടെ ഒരു പരമ്പരയിൽ പ്രത്യക്ഷപ്പെട്ടു. അന്ന് മൗണ്ട് ടോബെ എന്ന് അറിയപ്പെട്ടിരുന്ന തരിശായ പാറമേൽ പള്ളി പണിയാൻ വിശുദ്ധ മൈക്കിൾ ആൽബർട്ടിനോട് അഭ്യർത്ഥിക്കുന്നു. അതുപ്രകാരം പള്ളിയുടെ യഥാർത്ഥ ഘടന 1144 പൂർത്തിയായി. 13-ാം നൂറ്റാണ്ടിൽ സന്യാസിമാരെയും തീർത്ഥാടകരെയും ഉൾക്കൊള്ളിക്കുന്നതിനായി മറ്റ് കെട്ടിടങ്ങൾ പള്ളിയോട് ചേർത്ത് പണി കഴിപ്പിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം പള്ളിയിരിക്കുന്ന സ്ഥലം കൈക്കലാക്കുകയും സന്ദർശകർക്ക് വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. എങ്കിലും വിശ്വാസത്തിൽ അടിയുറച്ച് വളർന്നു വന്ന തദ്ദേശീയരായ ക്രൈസ്തവർ ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നാളുകൾക്ക് ശേഷം ഇംഗ്ലീഷുകാർ കൈയൊഴിഞ്ഞ ദേവാലയത്തിന് പിന്നീട് മറ്റൊരു അപകടം കൂടി സംഭവിച്ചു. 1421 ഈ ദേവാലയം പൊളിഞ്ഞു വീണു. പിന്നീട് ഇന്ന് കാണുന്ന വിധത്തിൽ പള്ളിയുടെ പുനർനിർമ്മാണം ആരംഭിക്കുന്നത് 1446 പിന്നീട് 1523 ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായി നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അതായത് ലൂയിസ് 11 കാലത്ത് ഫ്രഞ്ച് റിപ്പബ്ലിക്കിനെ എതിർത്ത് സംസാരിച്ച ഒരുപാട് സാധുക്കളെ ഈ ദേവാലയത്തിൽ പൂട്ടിയിട്ട് മൃഗീയമായ അരുങ്കൊല ചെയ്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഫ്രഞ്ച് റവല്യൂഷന്റെ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ ഈ ദ്വീപിനെ നെപ്പോളിയൻ 1 എന്ന ഭരണാധികാരി ഒരു ജയിലായി മാറ്റി എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1863 വരെ ഇതൊരു ജയിലായി തുടർന്നിരുന്നു. എന്നാൽ ദേവാലയത്തോടുള്ള ക്രിസ്തുവിന്റെ അനുയായികളുടെ അടിയുറച്ച വിശ്വാസവും ആത്മധൈര്യവും ദേവാലയത്തെ 1874 ഒരിക്കൽ കൂടി വീണ്ടെടുക്കാൻ ഇടയാക്കി എന്നതാണ് മറ്റൊരു വസ്തുത. 19-ാം നൂറ്റാണ്ടിൽ സെന്റ് മൈക്കിളിന്റെ പ്രതിമ കൊണ്ട് അണിയിച്ചൊരുക്കിയ ടവറും സ്പയറും കൂട്ടിച്ചേർത്തും ഗോതിക് ശൈലിയിൽ മനോഹരമായി നിർമ്മിച്ച ഈ ദ്വീപിന്റെ ബാഹ്യമതിലുകൾ കാഴ്ചയിൽ ഒരു സൈനിക കോട്ടയുടെ ശക്തമായ ബലത്താൽ ആവരണം ചെയ്തിരിക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും മുകൾ ഭാഗത്താണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ ഉൾക്കടലിന്റെ വിശാലമായ കാഴ്ചകൾ കാണാം. ദ്വീപിൽ ആകെ 50 പേരാണ് ജീവിക്കുന്നത് എന്നത് മറ്റൊരു സവിശേഷതയാണ്. എന്നിരുന്നാലും പ്രതിവർഷം 3.5 കോടി ജനങ്ങളാണ് ഈ ചരിത്ര നിർമ്മിതി സന്ദർശിക്കാൻ ഫ്രാൻസിലേക്ക് എത്തുന്നത്. ചില നഗരങ്ങൾ ചരിത്രപരവും ഗംഭീരവുമാണ്. ചിലത് തിളക്കമുള്ളതും ആധുനികവുമാണ്. ചിലത് വളരെ വർണ്ണാഭമായവയാണ്. ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലെ നദീതീര പ്രദേശമായ മലങ്കിലെ കളർഫുൾ വില്ലേജ് ഇന്ന് ജനപ്രീതിയേറിയ പ്രദേശമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചേരികളെ നിറങ്ങളുടെ മനോഹരമായ പ്രദേശമാക്കി മാറ്റി വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്ത് സർഗാത്മകമായ ദൃശ്യവിരുന്നൊരുക്കുകയാണ് ഈ മഴവിൽ ഗ്രാമം.
ഇന്തോനേഷ്യയിലെ ഒരു ചെറിയ ഗ്രാമമായ കമ്പൂങ് പെലാങ്കി ശോഭയുള്ള നിറങ്ങളുടെയും വിചിത്രമായ രൂപകൽപ്പനകളുടെയും അതിശയകരമായ പ്രദർശനമാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇന്തോനേഷ്യ നഗരത്തിലെ മലങ്ക് എന്ന ഈ നദീതീര ഗ്രാമം കുടിയൊഴിപ്പിക്കലിന്റെ വക്കിലെത്തിയ ഒരു ചേരി പ്രദേശമായിരുന്നു. മാലിന്യങ്ങൾ കൊണ്ട് പൂണ്ടുകിടന്നിരുന്ന ഈ ഗ്രാമം കാഴ്ചയ്ക്ക് ഒട്ടും യോഗ്യമല്ലാത്ത പ്രദേശമായിരുന്നു. ഈ ഗ്രാമത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ പരിതാപകരമായിരുന്നതിനാൽ നിവാസികളെ മൊത്തത്തിൽ മാറ്റിപ്പാർപ്പിക്കാൻ പര്യാപ്തമാണെന്ന് പ്രാദേശിക സർക്കാർ തീരുമാനിച്ചു. അപ്പോഴാണ് വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കുമെന്ന പ്രതീക്ഷയിൽ മലങ്കിലെ മുഹമ്മദിയ സർവകലാശാലയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഈ പ്രദേശം മുഴുവൻ പുതുമയുള്ളതും ശ്രദ്ധേയവുമായ പെയിന്റ് നൽകാമെന്ന ആശയം കൊണ്ടുവന്നത്. പദ്ധതിയെ പിന്തുണയ്ക്കാൻ സമ്മതിച്ച ഒരു പ്രാദേശിക പെയിന്റ് വിതരണക്കാരനുമായൊരു പങ്കാളിത്തമുണ്ടാക്കിയ ശേഷം വിദ്യാർത്ഥി സംഘവും 30 ചിത്രകാരന്മാരും പ്രാദേശിക കലാകാരന്മാരും ഒത്തുകൂടി മലങ്ക് ഗ്രാമം നിറങ്ങളുടെ ലോകം സൃഷ്ടിച്ചു. ഇപ്പോൾ ഇത് ധാരാളം കാഴ്ചക്കാർ എത്തുന്ന ആകർഷകമായ സ്ഥലമായി മാറിയിരിക്കുന്നു. ഇവിടെ വർണ്ണാഭമായ ധാരാളം കെട്ടിടങ്ങളുമുണ്ട്. ഈ വർണ്ണാഭമായ ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എല്ലാ ദിവസവും നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ജോസി പാനലിലെ ഓരോ സിംഗിൾ വീടുകളും വ്യത്യസ്ത നിറങ്ങളാൽ പൊതിഞ്ഞിരിക്കുന്നു. ഈ പ്രദേശവും ചെറിയ റീസൈക്കിൾ ചെയ്ത കലാസൃഷ്ടികളും മനോഹരമായ ചുവർചിത്രങ്ങളും നിറഞ്ഞതാണ്. ഇവിടുത്തെ ഓരോ കോണിലും ഒരു മ്യൂറൽ പെയിന്റിംഗ് കാണാൻ സാധിക്കും. ഒരു മഴവിൽ ഭാഗത്തെ മറ്റൊരു മഴവിൽ ഭാഗമായി ബന്ധിപ്പിക്കുന്ന പോലെയുള്ള ഒരു പാലവും നദിക്ക് മുകളിലുണ്ട്. ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ചെറിയ പ്രവേശന ഫീസും പ്രദേശവാസികൾ വാങ്ങാറുണ്ട്. വിനോദസഞ്ചാരികൾക്ക് ഭക്ഷണപാനീയം വിൽക്കുന്നതിലൂടെയാണ് മിക്കവരും ജീവിതം നയിക്കുന്നത്. കൂടാതെ മലങ്ക് നഗരത്തിലെ ഏറ്റവും പുതിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് മലങ്ക് നൈറ്റ് പാരഡൈസ്. വർണ്ണാഭമായ ലൈറ്റുകളാൽ നിറഞ്ഞ ഈ പാരഡൈസ് കാഴ്ചക്കാരെ ഏറെ ആകർഷിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ്. ദാരിദ്ര്യം, പാർപ്പിടം, ജീവിത നിലവാരം തുടങ്ങിയ ഗ്രാമവാസികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വികസ്വര രാജ്യങ്ങളിലൊന്നായ ഇന്തോനേഷ്യ ക്രിയേറ്റീവ് സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ആർക്കും വേണ്ടാതെ കിടന്ന ഈ മങ്ങിയ പ്രദേശം അമൂല്യ വസ്തുവായി പുനർനിർമ്മിച്ചു. ഇൻഫോടൈൽസിന്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയേറുന്ന കൗതുക വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.